സോ ഫസ്റ്റ് ഓഫ് ഓൾ സർ, എന്തിനാണ് ഈ യുദ്ധം? ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങിയത് എന്തിന്? അതിൽ അമേരിക്ക ചേർന്നത് എന്തുകൊണ്ട്? എന്താണ് ഈ രാജ്യങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ? അപ്പോൾ ഓരോ രാജ്യത്തിന് യുദ്ധത്തിൽ ഏർപ്പെടാൻ ഓരോരോ കാരണങ്ങളുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഫസ്റ്റ് US. പലരും പറയുന്നത് USA ഇസ്രായേലിന് വേണ്ടി മാത്രമാണ് യുദ്ധത്തിൽ എടുത്തു ചാടിയത്. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പലരും പറയുന്നത്. ബട്ട് അതിന്റെ റിയാലിറ്റി അങ്ങനെയല്ല. പല സ്കോളേഴ്സും എക്സ്പെഷ്യലി ജിം കോളിൻസിനെ പോലുള്ള വ്യക്തികൾ പറയുന്നത് അമേരിക്ക ഒരു ഡിക്ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എംപയേഴ്സിനും ഒരു ഡിക്ലൈൻ സ്റ്റേജ് വരും. അമേരിക്ക 5th സ്റ്റേജിൽ നിൽക്കും. അപ്പോൾ അമേരിക്കയുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ ബേസിക്കലി ഒന്ന് അതിൻ്റെ മിലിറ്ററി സ്ട്രെങ്ത് ആണ്. പക്ഷെ നമ്മളിപ്പോൾ എന്താ കാണുന്നത്? അതിൻ്റെ മിലിറ്ററി സ്ട്രെങ്തിനെ പല രാജ്യങ്ങളും ചാലഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് അല്ലെങ്കിൽ ഏറ്റവും ബേസിക് അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഡോളറാണ്, ഇക്കണോമിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ GDP ഇറ്റ്സ് അറൌണ്ട് $32 to $33 trillion. അപ്പോൾ അതൊരു വലിയ ഫിഗറായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അമേരിക്കയുടെ ഡെപ്റ്റിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോഴാണ് പ്രശ്നം മനസ്സിലാവുന്നത്. അമേരിക്കയുടെ ഡെപ്റ്റ് ഏകദേശം $38 to $39 trillion. അപ്പോൾ GDP 32, ഡെപ്റ്റ് വരുന്നത് $38 to $39 trillion. അപ്പോൾ ഇത്രയും ഡെപ്റ്റ് വന്നിട്ടും എന്തുകൊണ്ട് അമേരിക്ക ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തു? എഗെയിൻ ഡോളറിന്റെ ശക്തി കാരണമാണ്. പിന്നെ അമേരിക്കയുടെ ട്രഷറി ബോൺസിന്റെ പവർ. അപ്പൊ അമേരിക്ക എങ്ങനെയാണ് ഇത്രയും കടം വന്നാലും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അത് അതിന്റെ ബോണ്ടുകൾ റിലീസ് ചെയ്യുന്നു. ബോണ്ടുകൾ ബാക്കി രാജ്യങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം പർച്ചേസ് ചെയ്യുന്നു. അപ്പം പുതിയൊരു കടം തീർക്കാൻ അല്ലെങ്കിൽ പഴയ കടം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ബോണ്ട് ഇഷ്യൂവും ബോണ്ടിന്റെ കാശ് കൊണ്ട് എന്ത് ചെയ്യും? പഴയ ഡെപ്റ്റുകൾ പലതും തീർക്കും. അതുപോലെ തന്നെ ഈ സർക്കാർ ബോണ്ട് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇതിനകത്ത് വളരെയധികം വിശ്വാസമുണ്ട്. പക്ഷേ US ബോണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ അതിന്റെ ട്രഷറി ബില്ലുകൾ ആരും മേടിക്കാതായാൽ അത് അമേരിക്കയുടെ കൊളാപ്സിന് കാരണമാവും.